ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സോളിഡ് സ്റ്റേറ്റിൽ 20 ടോപ്പിക്സാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിൽ 5 ടോപ്പിക്സ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി 6ാമത്തെ ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. 6ാമത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു യൂണിറ്റ് സെല്ലിൽ ക്യൂബ് ആയിക്കോട്ടെ, ടെട്രാഗണൽ ആയിക്കോട്ടെ, ഓർത്തോറോംബിക്, ഒരു യൂണിറ്റ് സെല്ലിൽ നമ്മൾ പാർട്ടിക്കിൾസ് വെച്ച് കഴിഞ്ഞാൽ വയ്ക്കുന്ന പാർട്ടിക്കിളിൻ്റെ റേഡിയസും അതുപോലെ നമ്മുടെ യൂണിറ്റ് സെല്ലിൻ്റെ സൈഡ്, അതിനെ നമുക്ക് എഡ്ജ് ലെങ്ത് എന്ന് വിളിക്കാം. സൈഡിനെ നമുക്ക് എഡ്ജ് ലെങ്ത് എന്ന് വിളിക്കാം. അതിനെ നമ്മൾ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ റേഡിയസും എയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളത് പഠിക്കാൻ പോകുന്നത് എല്ലാ സിസ്റ്റത്തിൻ്റെയും പഠിക്കുന്നില്ല. ക്യൂബിക്കിലെ സിമ്പിൾ ക്യൂബിക്കിൻ്റെയും ബോഡി സെൻറ്റേർഡിൻ്റെയും ഫേസ് സെൻറ്റേർഡിൻ്റെയും എങ്ങനെയാണ് പാർട്ടിക്കിളിൻ്റെ റേഡിയസും എഡ്ജ് ലെങ്ത്തും ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് നോക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇതും പഠിച്ചത് തന്നെയാണ്, അത് കാരണം വേഗം പറയാം. ഇപ്പോൾ സിമ്പിൾ ക്യൂബിക്കിൽ എന്ന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓൺലി കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഡ്ജ് ലെങ്ത് പറയുന്നതിന് വേണ്ടി വരുന്ന അസംഷൻ എന്താണെന്ന് വെച്ചാൽ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ക്ഡ് ആണ്. അതായത് ഒരു പാർട്ടിക്കിളിനെ ടച്ച് ചെയ്തിട്ടാണ് അടുത്ത പാർട്ടിക്കിൾ കോർണറിൽ ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ഇതിനെ ടച്ച് ചെയ്തിട്ടാണ് ഈ അടുത്ത പാർട്ടിക്കിൾ, പിന്നെ ഇതിനെ ടച്ച് ചെയ്തിട്ടാണ് ഈ അടുത്ത പാർട്ടിക്കിൾ, അങ്ങനെ. അപ്പോൾ നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മുടെ പാർട്ടിക്കിളിൻ്റെ റേഡിയസ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് നമ്മുടെ യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 2r = a. ഇതാണ് സിമ്പിൾ ക്യൂബിക്കിന് വരുന്ന റിലേഷൻ. നിങ്ങളുടെ സിസ്റ്റം സിമ്പിൾ ക്യൂബിക് ആണോ, അതിൻ്റെ അർത്ഥം അതിൽ പാർട്ടിക്കിളിൻ്റെ റേഡിയസിൻ്റെ ട്വൈസ് ആയിരിക്കും അതിൻ്റെ എഡ്ജ് ലെങ്ത്. അപ്പോൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, NaCl എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഡ്ജ് ലെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട്, അങ്ങനെ എന്തെങ്കിലും. NaCl അല്ല, സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിൽ പെടുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ എഡ്ജ് ലെങ്ത് ഇങ്ങനെയാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 2r = a അപ്ലൈ ചെയ്യാനാണ്. ഇനി നമ്മൾ BCC, ബോഡി സെൻറ്റേർഡ് നോക്കുകയാണെങ്കിൽ, ബോഡി സെൻറ്റേർഡിൽ പാർട്ടിക്കിൾ ഇരിക്കുന്നത് സെയിം കൺസെപ്റ്റ് തന്നെ, ക്ലോസ്ലി പാക്ക്ഡ് ആണ്. അതായത് ഈ പാർട്ടിക്കിളിനെ ടച്ച് ചെയ്തിട്ടായിരിക്കും ഈ പാർട്ടിക്കിൾ ഇരിക്കുക. ഇനി ബോഡി സെൻറ്റർ എന്ന് പറയുമ്പോൾ എന്താ? ബോഡിയിൽ, അതായത് സെൻറ്ററിൽ ഒരു പാർട്ടിക്കിളും കൂടി ഉണ്ട്. ചിലപ്പോൾ വേറെ പാർട്ടിക്കിൾ ആവാം, അല്ലെങ്കിൽ സെയിം ഈ ഇവിടെ ഇരിക്കുന്ന അതേ പാർട്ടിക്കിൾ ആവാം, വേറൊരു പാർട്ടിക്കിൾ ഉണ്ട്, പിന്നെ നമ്മുടെ ഈ കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എത്ര റേഡിയസ് ഉണ്ട്? ഇപ്പോൾ സെയിം പാർട്ടിക്കിൾ ആണെങ്കിൽ ഇത് എല്ലാത്തിൻ്റെയും റേഡിയസ് സെയിം 6 എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 6, ഇവിടെ 2r, പിന്നെ ഇവിടെ അടുത്ത 6, അങ്ങനെ നോക്കുമ്പോൾ 4r, 4r = ഈ ഒരു ഡയഗണലിൻ്റെ ലെങ്ത്ത് വരുന്നത്, ഇത് a ആണ്, ഇതും a ആണെങ്കിൽ ഈ ഹൈപ്പോട്ടന്യൂസ് വരിക √2a ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 1 പാദവും ലംബവും വരുമ്പോൾ √2 ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ് കർണം വരികയെന്ന്. അതേ കൺസെപ്റ്റിൽ തന്നെ എയും ആണെങ്കിൽ ഇത് ഫേസിലുള്ള ഡയഗണൽ √2a ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് √2a ആണെങ്കിൽ ഓരോ ഫേസ് ഡയഗണലും √2a ആയിരിക്കും. അപ്പോൾ ഇതും √2a ആണല്ലോ. അപ്പോൾ ഇത് √2a, ഇതും a ആണെങ്കിൽ ഇതെന്തായിരിക്കും? √3a ആയിരിക്കും. അങ്ങനെ 4r = √3a എന്ന് വരുന്നതാണ് BCCയുടെ പ്രത്യേകത. ഇതേപോലെ നമ്മൾ FCCയുടെ നോക്കുകയാണെങ്കിലോ, FCCയുടെ ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു, FCCയിൽ പാർട്ടിക്കിൾ ഫേസിലും കൂടിയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ റിലേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ റിലേഷൻ എടുക്കുമ്പോൾ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് ഒന്നും കൂടി വരയ്ക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? ഇത് എയും ഇതും a ആണെങ്കിൽ ഇത് √2a ആയിരിക്കും ഡിസ്റ്റൻസ്. ഇനി ഫേസിൽ പാർട്ടിക്കിൾ വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. പിന്നെ ഓൾറെഡി കോർണറിലെ പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ഇവിടെ 4r വരും, 4r = √2a. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? എഡ്ജ് ലെങ്ത് റേഡിയസ് തമ്മിൽ സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ എന്തായിരിക്കും? സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ 2r = a. BCC ആണെങ്കിൽ 4r = √3a. FCC ആണെങ്കിൽ 4r = √2a. അപ്പോൾ ഈ ബോക്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 6th ടോപ്പിക് കംപ്ലീറ്റഡ്. ഇനി നമുക്ക് നെറ്റ് എക്സാമിന് അറിഞ്ഞിരിക്കേണ്ട 7th ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് സെല്ലുകളുടെ എല്ലാം പാക്കിംഗ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊത്തം സിസ്റ്റത്തിൻ്റെ വോളിയം എത്ര, അതിലെ പാർട്ടിക്കിളിൻ്റെ വോളിയം എത്രയാണ്. മൊത്തം സിസ്റ്റത്തിൻ്റെ വോളിയം ഓഫ് യൂണിറ്റ് സെല്ലിൻ്റെ മൊത്തം വോളിയം, അതായത് ഇപ്പോൾ ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ ഈ ക്യൂബിൻ്റെ മൊത്തം വോളിയത്തിൽ പാർട്ടിക്കിളുകളുടെ മാത്രം വോളിയം, അതായത് ഈ 8 പാർട്ടിക്കിളെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാർട്ടിക്കിളിൻ്റെ മാത്രം വോളിയം കിട്ടില്ലേ. അപ്പോൾ ഈ മൊത്തം ക്യൂബിൽ പാർട്ടിക്കിളിൻ്റെ വോളിയം എത്രയാണ്. പിന്നെ പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ × 100 ആയിരിക്കും വരിക.
അപ്പോൾ പാർട്ടിക്കിളുകളുടെ വോളിയം, പാർട്ടിക്കിളുകൾ സ്ഫിയർ ആയ കാരണം 4/3 πr³ ആണ് ഒരു പാർട്ടിക്കിൾ ഇൻറ്റു സെഡ്. സെഡ് എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, നമ്പർ ഓഫ് പാർട്ടിക്കിൾ. വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇപ്പോൾ ക്യൂബ് ആണെങ്കിൽ നമ്മൾ A³ ഇൻറ്റു 100. ഇതാണ് അതിൻ്റെ ഒരു തിയറി. അപ്പോൾ തിയറി ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്ത് ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾ പഠിച്ച സിസ്റ്റംസ് സിമ്പിൾ ക്യൂബിക് ഉണ്ട്, BCC ഉണ്ട്, FCC ഉണ്ട്. സിമ്പിൾ ക്യൂബിക്കിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി വരുന്നത് 52%, BCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി വരുന്നത് 64% ആൻഡ് 68%, ആൻഡ് FCCയുടെ വരുന്നത് 74%. അപ്പോൾ ഈ 3 നമ്പേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഏതൊക്കെയാണ്? 52, 68, 74%. അപ്പോൾ അതാണ് നമ്മുടെ 7th ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 8th ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ 8ാമത്തെ ടോപ്പിക്ക്, സോളിഡ് സ്റ്റേറ്റിലെ 8ാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലർ ഇൻഡീസസ്. എന്താണ് മില്ലർ ഇൻഡീസസ് എന്നാണ്. അപ്പോൾ നമുക്ക് പറയാം 14 ടൈപ്പ് യൂണിറ്റ് സെൽ ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ക്യൂബിക് ആണ്. ക്യൂബിക് വെച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ ക്യൂബിക് എന്ന് പറയുന്ന ഈ യൂണിറ്റ് സെല്ലിൽ ഒരുപാട് പ്ലെയിൻസ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു പ്ലെയിൻ, പിന്നെ ഇങ്ങനെ ഒരു പ്ലെയിൻ, പിന്നെ വേറൊരു പ്ലെയിൻ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പ്ലെയിൻ, ഇങ്ങനൊരു പ്ലെയിൻ, അതേപോലെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലെയിൻ കാണിക്കുകയാണെങ്കിൽ ഡയഗണലി ഓരോ പ്ലെയിൻ, ഇങ്ങനെ ഓരോരോ പ്ലെയിനുകളുണ്ട്. അപ്പോൾ ഈ പ്ലെയിനുകളെ നമ്മൾ എങ്ങനെ പേരിടും? ഈ പ്ലെയിൻ ആ പ്ലെയിൻ ഒന്നും വിളിച്ചാൽ ശരിയാവില്ല, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ വേണ്ടേ. അങ്ങനെ നമ്മുടെ യൂണിറ്റ് സെല്ലുകളിലെ പ്ലെയിൻസിനെ, ക്രിസ്റ്റൽ പ്ലെയിൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷൻസുകളെയാണ് മില്ലർ ഇൻഡീസസ് എന്ന് പറയുന്നത്. ക്യൂബിന് അതിനുപയോഗിക്കുന്ന 3 അക്ഷരങ്ങൾ HKL എന്നാണ്. അത് ബ്രാക്കറ്റിനുള്ളിൽ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്ലെയിനിനെ നമ്മൾ HKL വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാണ് എന്നറിയണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ പ്ലെയിനിൻ്റെ പേര് പറയണം. അപ്പോൾ എന്താണ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ആക്സിസ് എടുക്കണം. അതായത് ഇപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കാറില്ല, XY Z. അതേപോലെ നമുക്ക് ക്യൂബിലെ ആക്സിസ് എടുക്കണമെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആക്സിസ് അല്ല എടുക്കേണ്ടത്, ക്രിസ്റ്റലോഗ്രഫിക് ആക്സിസ് ആണ്. അപ്പോൾ എന്താണ് ക്രിസ്റ്റലോഗ്രഫിക് ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഡിഫറൻറ്റ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ 3 ആക്സിസും ഡെഫിനിറ്റ് ആയിട്ടും 90 ഡിഗ്രി ആയിരിക്കണം. പക്ഷേ ഒരു ക്രിസ്റ്റലോഗ്രഫിക് ആക്സിസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആക്സിസ് ഉണ്ടായാൽ മതി, അവർ 90 തന്നെ ആവണമെന്നില്ല. അത് നമ്മുടെ യൂണിറ്റ് സെല്ലിൻ്റെ ആംഗിൾ ഏതാണോ അതിനനുസരിച്ച് ഇരിക്കും. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ക്യൂബിക് യൂണിറ്റ് സെല്ലിന് 90 ആയ കാരണം നമ്മുടെ ക്രിസ്റ്റലോഗ്രഫിക് സിസ്റ്റം 90 ഡിഗ്രിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മുടെ 3 ആക്സിസുകൾ XY Z. അപ്പോൾ എനിക്കിത് ഈ പ്ലെയിനിൻ്റെ പേരാണ് ഇടേണ്ടതെങ്കിൽ ഞാൻ എന്താ നോക്കാമെന്ന് പറയും. ഈ പ്ലെയിനിൻ്റെ 3 ആക്സിസിലുള്ള ഇൻ്റർസെപ്റ്റ്, അതായത് ഇത് X ആക്സിസിൽ ഉണ്ടാക്കുന്ന ഇൻ്റർസെപ്റ്റ് എത്രയാണ്? A ലെങ്ത് ആണ്. അതായത് 1, Aനെ നമുക്ക് 1 എന്ന് കാണിക്കാം. അപ്പോൾ A/2നെ നമുക്ക് ഹാഫ് എന്ന് കാണിക്കാം. അപ്പോൾ 1 ഇവിടുത്തെ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ X ആക്സിസിൽ അത് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, Xൻ്റെ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ 1 ടച്ച് ചെയ്യുന്നു. ഇനി Y ആക്സിസിൽ ഈ പ്ലെയിൻ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർസെപ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇൻഫിനിറ്റി എന്നാണ്, 0 എന്നല്ല. 0 എന്ന് എഴുതി കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? 0 എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ എവിടെയും ടച്ച് ചെയ്യുന്നില്ല. Y ആക്സിസിൽ ഈ പ്ലെയിനിന് യാതൊരു ടച്ചിങ്ങും വരുന്നില്ല, അപ്പോൾ ഇൻഫിനിറ്റി എന്നാണ് എഴുതുക. അതേപോലെ ഈ പ്ലെയിൻ Z എന്ന് പറയുന്ന ഈ ആക്സിസിൻ്റെ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടോ ഈ പ്ലെയിൻ? ഇല്ല, അപ്പോൾ അതിനും ഇൻഫിനിറ്റി എന്നാണ് പറയാം. അങ്ങനെ നമ്മൾ ഇൻ്റർസെപ്റ്റുകൾ എടുത്തെഴുതും. കഴിഞ്ഞിട്ടില്ല. ഈ ഇൻ്റർസെപ്റ്റുകൾ എടുത്തിട്ട് അവരുടെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കണം. അപ്പോൾ 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെ, ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ 0, 0. ഇതിനെയാണ് നമ്മൾ മില്ലർ ഇൻഡീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്ലെയിൻ XYZ ഉണ്ടാക്കുന്ന ഇൻ്റർസെപ്റ്റുകൾ എഴുതി അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് അതിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലെയിനിൻ്റെ പേര് കിട്ടി. HKL എന്ന ഫോർമാറ്റിലുള്ള പേര് കിട്ടി. അപ്പോൾ ഈ പ്ലെയിനിൻ്റെ പേരെന്താണ്? 100 എന്നാണ് ഈ പ്ലെയിനിൻ്റെ പേര്. ഇതുപോലെ നമുക്ക് 0, 1, 0, ഇപ്പം 1, 0, 0 എഴുതിയ പോലെ 0, 1, 0 എന്ന് പറയുന്ന പ്ലെയിൻ ഉണ്ട്, 0, 0, 1 ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരയ്ക്കുക നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ 0, 1, 0 എന്ന പ്ലെയിൻ, ഈ പ്ലെയിൻ എങ്ങനെയാണ് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂബ് എടുക്കുക, ക്യൂബിൻ്റെ 3 ക്രിസ്റ്റലോഗ്രഫിക് ആക്സിസ് നോട്ട് ചെയ്യുക, Z, X, Y. അപ്പോൾ എന്താണ് 0, 1, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HKL ആണ്.
അതിൽ നിന്ന് ഇൻ്റർസെപ്റ്റ് അറിഞ്ഞാലല്ലേ നമുക്ക് വരച്ച് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 0 വരണമെങ്കിൽ ഇൻ്റർസെപ്റ്റ് എത്രയായിരുന്നുണ്ടാവും, അതിൻ്റെ റെസിപ്രോക്കൽ, അതായത് ഇൻഫിനിറ്റി. 1 വരണമെങ്കിൽ 1 തന്നെ, 0 വരണമെങ്കിൽ അഗെയിൻ ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി റെസിപ്രോക്കൽ, അതായത് ഫസ്റ്റ് എക്സ് ആക്സിസിൽ അത് ഇൻഫിനിറ്റി ആണ് അതിൻ്റെ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ എന്ത് ചെയ്യുന്നില്ല, എക്സ് ആക്സിസുമേ തൊടുന്നില്ല, എക്സ് ആക്സിസിനോട് പാരലലാണ്. ഇതാണ് എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ പാരലൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും അല്ലേ. അപ്പോൾ ഇത് വരുന്ന ഇതാണ് നമ്മുടെ പ്ലെയിൻ, ഇത് വരുന്ന ഈ ലൈൻ വരുന്നുണ്ട് നമ്മുടെ പ്ലെയിനിൽ. പിന്നെ 1 അത് എവിടെയാണ്, വൈ ആക്സിസിലാണ് 1 ഇൻ്റർസെപ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് വൈൻ്റെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ, അപ്പോൾ ഈ പോയിന്റും കൂടി നമ്മുടെ പ്ലെയിനിൽ ഉൾപ്പെടണം. പിന്നെ ഇൻഫിനിറ്റി, അതായത് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിസ് ആണ്, അതിനോട് പാരലൽ. അപ്പോൾ ഈ ലൈനും ഇത് ഉൾപ്പെടുന്നു. സെഡിനോട് പാരലൽ എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും, ഇതായിരിക്കില്ലേ, ഇത് സെഡിനോട് പാരലൽ. അപ്പോൾ ഈ 3 എണ്ണവും ചേർന്ന പ്ലെയിൻ ഏതാ, ഇതല്ലേ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ 0, 1, 0 പ്ലെയിൻ. ഇതേപോലെ നിങ്ങൾക്ക് 0, 0, 1 പ്ലെയിനും കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് മില്ലർ ഇൻഡീസസിൻ്റെ ഒരു കാര്യം കിടക്കുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2, 1 വരുന്ന പ്ലെയിൻ, 1, 1, 0 പ്ലെയിൻ. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയൊക്കെ പോസിബിലിറ്റി ഉണ്ട്, 1, 0, 1 പ്ലെയിനും കിട്ടും, പിന്നെന്താണ് 0, 1, 1 പ്ലെയിൻ. അപ്പോൾ ഇതിലൊരെണ്ണം മാത്രം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരച്ച് കാണിക്കാം. 1, 1, 0 പ്ലെയിൻ എങ്ങനെ വരയ്ക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്യൂബ് എടുക്കുക. ക്യൂബിന് 3 ക്രിസ്റ്റലോഗ്രാഫിക് ആക്സസ്, സെഡ്, എക്സ്, വൈ. എന്നിട്ട് എന്താ പറയുന്നത്, ഇതെന്ന് പറഞ്ഞാൽ HKL ആണ്. HKL വേണോ നമ്മൾ നോക്കേണ്ടത്, ഇൻ്റർസെപ്റ്റ് അല്ലേ നോക്കേണ്ടത്. അപ്പോൾ ഈ 1, 1, 0യുടെ ഇൻ്റർസെപ്റ്റ് എത്രയായിരിക്കും, ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ 1ൻ്റെ റെസിപ്രോക്കൽ 1, ഈ 1ൻ്റെ റെസിപ്രോക്കൽ 1, 0ൻ്റെ റെസിപ്രോക്കൽ ഇൻഫിനിറ്റി. അപ്പോൾ ഇത് നമ്മുടെ മില്ലർ ഇൻഡീസസ് ആണ്. അത് എവിടെ നിന്നാണ് കിട്ടിയത്, ഇത് അവർ ഇൻ്റർസെപ്റ്റിൻ്റെ റെസിപ്രോക്കൽ എടുത്തപ്പോഴാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കലുകളാണ്. അപ്പോൾ നമ്മൾ നോക്കാം, എക്സിൽ 1 വരണം, അപ്പോൾ ഇവിടെ ആയിരിക്കും. വൈയിലും 1 വരണം, അപ്പോൾ ഇവിടെ ആയിരിക്കും. സെഡിനോട് പാരലൽ ആയിരിക്കണം. സെഡിനോട് പാരലൽ എന്ന് പറയുമ്പോൾ ഈ ലൈൻ ആവാം അല്ലെങ്കിൽ ഈ ലൈൻ ആവാം, ഏതായാലും നമുക്ക് ഇതായിരിക്കും നമ്മുടെ പ്ലെയിൻ, ഡയഗണൽ പ്ലെയിൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു കാര്യം പിടികിട്ടിയില്ലേ, നമ്മുടെ ക്യൂബിൻ്റെ ഫേസ് ആണ് വരുന്നതെങ്കിൽ, ഫേസുകളാണ് പ്ലെയിൻ, ഈ ഫേസോ അല്ലെങ്കിൽ ഈ ഫേസൊക്കെ ആണെങ്കിൽ അത് 100 ആ ടീമിൽ വരണതാണ്. അതായത് 1, 1, 2, 0. അതിൽ തന്നെ ഈ 4 പ്ലെയിനിൽ ഈ 3 ടൈപ്പ് പ്ലെയിനെ എങ്ങനെ കാണിക്കാം, 100, 0, 1, 0, 0, 0, 1. അപ്പോൾ ഇതൊക്കെ ഫേസിലെ പ്ലെയിനെയാണ് കാണിക്കുന്നത്. ഡയഗണൽ പ്ലെയിൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഏതൊക്കെ നമ്പർ, 2, 1, 1, 0 വരും. ഇപ്പോൾ പഠിച്ചതാണ് 1, 1, 0. ഇതേപോലെ നമ്മൾ 0, 1, 1 എടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഈ ഡയഗണലായിരിക്കും. അതേപോലെ അടുത്ത നമ്പർ ഏതായിരിക്കും, 1, 0, 1. ഇപ്പോൾ 2, 1 ഉള്ളത് ഡയഗണൽ പ്ലെയിനുകളെ കാണിക്കാനും ഏതെങ്കിലും ഒരു 1 ഉള്ളത് ഫേസിലെ പ്ലെയിനുകളായിരിക്കും. അപ്പോൾ അത് ഏതാണെന്ന് നമ്മൾ വരച്ച് നോക്കി കണ്ടുപിടിക്കണം. അപ്പോൾ അതോടുകൂടി നമ്മുടെ 8th ടോപ്പിക്കും കഴിഞ്ഞു. ഇനി നമുക്ക് 9ാമത്തെ ടോപ്പിക്ക് നോക്കാം. 9ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റർപ്ലാനാർ ഡിസ്റ്റൻസ് റെപ്രസെൻറ്റഡ് ബൈ ഡി. അതെന്താണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ ഇൻ്റർപ്ലാനാർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 പ്ലെയിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത്രേ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ 2 പ്ലെയിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ആ പ്ലെയിൻ എന്ന് പറയുന്നത് സെയിം പ്ലെയിൻസ് ആയിരിക്കണം. അതായത് നമ്മളൊരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ ആ കോമ്പൗണ്ടിൽ അതിൻ്റെ യൂണിറ്റ് സെൽ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരെണ്ണമാണ് ഉള്ളത്, അത് റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റ് സെല്ലാണ്. അതിങ്ങനെ കുറേ എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലെ 100 എന്ന് പറയുന്ന പ്ലെയിൻ എടുത്തു, അത് ഇതാണെന്ന് വിചാരിക്കാം. 1ാമത്തെ യൂണിറ്റ് സെല്ലിലെ 100 എന്ന് പറയുന്ന പ്ലെയിൻ ഇതാണ്. അപ്പോൾ അടുത്ത 100 എവിടെയാ, അടുത്ത യൂണിറ്റ് സെല്ലിലെ ഇതായിരിക്കും. ഓക്കെ, അങ്ങനെ 100, 100, 100 അടുത്ത യൂണിറ്റ് സെല്ല് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും അതിൻ്റെ പ്ലെയിൻ വരിക അല്ലേ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇങ്ങനെ സെയിം ടൈപ്പ് പ്ലെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡി എന്ന് കാണിക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് D 100 ആണ്. അതായത് 100 എന്ന് പറയുന്ന പ്ലെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി 110 നമ്മളിപ്പോൾ ഓൾറെഡി 110 വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. 110 എന്ന് പറയുന്ന പ്ലെയിൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ 1ാമത്തെ യൂണിറ്റ് സെല്ല്. ഇനി ഇതേപോലെ നമ്മുടെ അടുത്ത യൂണിറ്റ് സെല്ല് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 110 എന്ന് പറയുന്ന പ്ലെയിൻ ഇവിടെ ആയിരിക്കും വരിക.
അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇതും ഇൻ്റർപ്ലാനാർ ഡിസ്റ്റൻസ് ആണ്. അതിന് നമ്മൾ D110 എന്ന് വെച്ച് കഴിഞ്ഞാൽ 110 എന്ന് പറയുന്ന പ്ലെയിനിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇൻ്റർപ്ലാനാർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് പ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ല, സെയിം ടൈപ്പ് പ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി അത് കണ്ടുപിടിക്കാൻ രണ്ട് ടൈപ്പ് ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് ആണെങ്കിൽ, ഇഫ് യുവർ യൂണിറ്റ് സെൽ ഈസ് ക്യൂബ് ആണെങ്കിൽ അതിനുള്ള ഇക്വേഷൻ D is equal to a/√h² + k² + l² ആണ്. ഓക്കെ, അതേസമയം അതർ ദാൻ ക്യൂബ്സ് ബട്ട് ആൽഫ ബീറ്റ ഗാമ = 90. അതായത് ക്യൂബ് അല്ല ബാക്കിയുള്ള സിസ്റ്റംസ് ഇല്ലേ, പക്ഷെ അതിൽ ഇവർ തമ്മിലുള്ള ആംഗിളുകൾ 90 ആകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. D is equal to 1/√h/a² k/b² + l/c² എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബ് അല്ലാത്ത സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ 3 വശം ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് അവിടെ എക്കും ബിക്കും സിക്കും പ്രസക്തി ഉണ്ട്. അങ്ങനെ വരുന്നിടത്ത് ഈ ഇക്വേഷൻ, അപ്പോൾ രണ്ട് ഇക്വേഷനാണ് ഇൻ്റർപ്ലാനാർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഒന്ന് ക്യൂബ് ആണെങ്കിൽ ഒന്ന് ക്യൂബ് അല്ല പക്ഷെ ആംഗിൾസ് 90 ഡിഗ്രി ആണ്. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ 9th ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ 10th ടോപ്പിക് എന്താണെന്ന് നോക്കാം. 10th ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ റൂൾസ് ഇൻ പ്ലെയിൻസ്. പ്ലെയിനുകൾക്ക് ഒരു സെലക്ഷൻ റൂൾ ഉണ്ട്. അതാണ് നമ്മുടെ 10th ടോപ്പിക്. അതായത് ഇപ്പോൾ നമ്മുടെ സിസ്റ്റം സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ HKL ഏത് വാല്യൂ ആയാലും കുഴപ്പമില്ല. ഏത് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100, 110, 200, 220, 211 അങ്ങനെ ഏത് വാല്യൂസ് ആയാലും അലൗഡ് ആണ്. പക്ഷെ നിങ്ങളുടെ സിസ്റ്റം BCC ആണെങ്കിൽ, ബോഡി സെൻറ്റേർഡ് ആണെങ്കിൽ, അതിലെ പ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H + K + L = ഈവൻ വരുന്ന പ്ലെയിൻസ് മാത്രമേ BCCയിൽ കാണുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? 100 എന്ന് പറയുന്ന പ്ലെയിൻ BCCയിൽ കാണുമോ? ഇല്ല, കാരണം 100 1 + 0 + 0 ചെയ്താൽ 1 ഓടാണ്, അപ്പോൾ അത് കാണില്ല. 200 കാണുമോ? കാണും. 110 കാണുമോ? കാണും. അപ്പോൾ ഇങ്ങനെ ഓരോ ടൈപ്പിനും സെലക്ഷൻ റൂൾ ഉണ്ട്. അപ്പോൾ HKL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്ലെയിൻസും എല്ലാ യൂണിറ്റ് സെല്ലും കാണില്ല, അവരുടെ ഒരു സെലക്ഷൻ റൂൾ അനുസരിച്ച് കാണുള്ളൂ. അപ്പോൾ ഇതാണ് BCCയുടെ. ഇനി FCCയിൽ കാണാവുന്ന പ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HKL എയ്തർ ഓൾ ഓഡ്, എല്ലാം ഓഡ് നമ്പേഴ്സ് വരണം, അല്ലെങ്കിൽ ഓൾ ഈവൻ, അതായത് 1 1 1 അത് കാണും, 2 2 2 അതും കാണും. കോമി ഉണ്ട് കേട്ടോ, സിംപ്ലിഫൈ ചെയ്യാൻ ഇങ്ങനെ എഴുതിയതാണ്. കോമിയും ബ്രാക്കറ്റും ഉണ്ട്, അത് ഇവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ്. പിന്നെ 1 0 0 ഇത് കാണും? ഇല്ല, ഇതിൽ 1 ഓടും 0 ഈവൻ ആയിട്ട് നമ്മൾ പറയാം, അപ്പോൾ ഈ പ്ലെയിൻ കാണില്ല. 1 1 0 ഇതിൽ 1 1 ഓടാണ്, 0 ഈവൻ ആണ്, അപ്പോൾ അതും കാണില്ല. 2 2 0 ഇതിൽ 3 ഈവൻ ആണ്, അപ്പോൾ ഈ പ്ലെയിൻ കാണും. അപ്പോൾ ഇങ്ങനെ കുറച്ച് സെലക്ഷൻ റൂൾസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ കുറച്ചും കൂടി വരുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കുറച്ചും കൂടി ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളോട് ഏതെങ്കിലും പ്ലെയിൻസ് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് FCCയിൽ ഇന്ന രീതിയിലൊരു കാര്യത്തിൽ ഈ പ്ലെയിൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. 4 ഓപ്ഷനും നമുക്കിപ്പോൾ ഉത്തരത്തിൽ വരാം, പക്ഷെ അതിൽ FCCയിൽ വരുന്നത് ഏതാണ് എന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അതാണ് 10th ടോപ്പിക്ക്. അപ്പോൾ അതോടുകൂടി ഈ വീഡിയോ കഴിക്കുകയാണ്. ഇനി അടുത്ത 5 ടോപ്പിക്കുകൾ നമുക്ക് 3rd വീഡിയോയിൽ പറയാം.